ഓക്കെ, അപ്പോൾ ഗുഡ് മോർണിംഗ്, വെൽക്കം. യൂത്ത് ഫോർ മിഷൻ മിഷൻസ് ഇന്ത്യയുടെ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ 12ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. സാധാരണ നമ്മൾ പ്രസംഗിക്കുന്നതിൻ്റെ ഒക്കെ മുമ്പ് ഒരു മുൻകൂർ ജാമ്യമൊക്കെ വാങ്ങിക്കാറുണ്ട് അല്ലേ? നമ്മൾ പറയാറുണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഉറങ്ങരുത് എന്നൊക്കെ പറഞ്ഞ്. ഇന്ന് എനിക്ക് നിങ്ങളോടല്ല അത് പറയാനുള്ളത്, എനിക്ക് എന്നോട് തന്നെ അത് പറയാനുള്ളത്. ഞാൻ ഉറങ്ങിപ്പോകുമെന്നുള്ളത് ഒറ്റ ടെൻഷൻ എനിക്കുള്ളൂ. ഇന്ന് രാവിലെ ഞങ്ങൾ ഞാനും കെ ജെയും കൂടെ പെരുമ്പാവൂരിൽ നിന്ന് ഓടിച്ച് തിരിച്ചിവിടെ വന്നു കഴിഞ്ഞപ്പോൾ വെളുപ്പിനെയായി. അത് കഴിഞ്ഞിട്ട് കുറച്ച് മിനിറ്റുകൾ ഉറങ്ങാൻ പറ്റി. ഉറങ്ങിക്കഴിഞ്ഞ് ഞാൻ ബൈബിൾ സ്റ്റഡി ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വന്നു. എന്തോ സംഭവിച്ചതെന്ന് അറിയത്തില്ല, ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് ഉറങ്ങിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ ഓടി കുളിക്കാൻ പോയതാ, അങ്ങനെ താമസിച്ചത്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. എനിവേ, നമുക്ക് അടുത്ത സാറ്റർഡേ നമുക്ക് പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഒരുങ്ങാം. ഈ ദൈവം ഒരുപാട് അവസരങ്ങൾ തുറക്കുമ്പോൾ പോകാനാണ്. ഇന്നലെ തന്നെ 2 പേര് നമ്മളെ വിളിച്ചു, യൂത്ത് മീറ്റിങ്ങിന് വിടാൻ ആരെങ്കിലും ഉണ്ടോ? നമുക്ക് ആരുമില്ല, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ആളുകളെല്ലാം പലയിടത്തും 2-3 മീറ്റിംഗ് എടുത്തിട്ടും നമുക്ക് ഓടി എത്താൻ പറ്റുന്നില്ല. നിങ്ങൾ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പ്രത്യേകം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. പെരുമ്പാവൂരിൽ നമ്മൾ ഇന്നലെ ഒരു യൂത്ത് ഫോർ മിഷൻ ചാപ്റ്റർ തുടങ്ങാൻ തീരുമാനിച്ചു. ഒരുപാട് യുവാക്കൾ അവിടെ മദ്യത്തിനും മയക്കുമരുന്നിനും ഒരുപാട് അധർമ്മത്തിലും അങ്ങ് ആണ്ട് കിടക്കുകയാണ്. അപ്പോൾ പെരുമ്പാവൂരിൽ ഒരു യൂത്ത് ഫോർ മിഷൻ ചാപ്റ്റർ നമ്മുടെ ജേക്കബ് അത് ഹെഡ് ചെയ്യാൻ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ അത് ഇന്നലെ ഇനോഗ്രേറ്റ് ചെയ്തു. അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. പെരുമ്പാവൂരുള്ള ആരെങ്കിലും ഇതുമായിട്ട് താല്പര്യപ്പെട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരോടും കൂടെ ഇത് പറയണം. ഞാൻ എൻ്റെ ഫ്ലയറും നോട്ടീസൊക്കെ പിന്നീട് ഷെയർ ചെയ്യാം. ഓക്കെ, നമ്മുടെ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അപ്പോസ്തല പ്രവൃത്തികൾ 12ാമത്തെ അധ്യായം നമ്മുടെ 14ാമത്തെ സെഷനാണ്. 12ാമത്തെ അധ്യായം മുതലാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ലോകത്തിൻ്റെ അറ്റത്തോളം പടർന്ന് പന്തലിക്കുന്ന സഭ നമ്മൾ കാണാൻ പോവുകയാണ്. അവിടുത്തെ മെയിൻ കഥാപാത്രം എന്ന് പറയുന്നത് പൗലോസ് ആണെന്നും നമ്മൾ കണ്ടു. എന്നാൽ അവസാനമായി നമ്മൾ പത്രോസിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഇന്ന് വായിക്കാൻ പോവുകയാണ്. അതിനുശേഷം നമ്മുടെ കഥാപാത്രം പൗലോസ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡേഞ്ചറസ് ടു ഫൈറ്റ് അഗെൻസ്റ്റ് ഗോഡ്. ദൈവത്തോട് യുദ്ധത്തിന് പോകുന്നത് പോലെ അപകടകരമായ വേറെ ഒന്നും ഇല്ല എന്ന് പറയാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കിയാൽ there has always been a war that has been waged. എന്നും ഒരു യുദ്ധമുണ്ട്, ഇല്ലയോ? തുടങ്ങിയപ്പോൾ സാത്താൻ, ലൂസിഫർ എന്ന് നമ്മൾ പറയുന്ന സാത്താൻ, ദൈവത്തോടൊരു യുദ്ധം, ദൈവത്തെ പോലെ ആകാൻ ഒരു ആഗ്രഹം, ദൈവത്തെക്കാൾ വലിയവനാകാൻ ആഗ്രഹം, അവിടെ ഒരു യുദ്ധം തുടങ്ങി. അവിടാണ് ഇത് തുടങ്ങിയത്. അതിനുശേഷം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. ദൈവം മനുഷ്യന് ഈ ലോകത്തിൻ്റെ മേൽ അധികാരം കൊടുത്തു. എന്നാൽ എന്താണ് മനുഷ്യൻ ചെയ്തത്? ദൈവത്തോട് വീണ്ടും യുദ്ധത്തിന് പോയി. അങ്ങനെയാണ് പാപം കടന്നു വന്നത്. ചരിത്രത്തിലേക്ക് നാം നോക്കാമെങ്കിൽ അനേകർ ഈ ദൈവത്തോട് യുദ്ധം ചെയ്യാൻ പോയിട്ടുണ്ട്. ഫ്രെഡറിക് നീച്ചെ എന്ന് പറയുന്ന ആ വലിയ ഫിലോസഫർ എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഈ ക്രിസ്തീയ മതം എന്ന് പറയുന്നത് ബലഹീനരുടെ മതമാണ്. ഇറ്റ് ഈസ് ഫോർ വീക്ലിങ്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റലക്ച്വലി വലിയ കഴിവില്ലാത്തവർക്ക് വേണ്ടിയുള്ളതാണ് ക്രിസ്തീയ മതം. തലയ്ക്ക് കുറച്ചോളം ഉള്ളവർ എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. അതാണ് ഇൻ ലോക്കൽ മലയാളം ലാംഗ്വേജ് പുള്ളി അതാണ് ഉദ്ദേശിച്ചത്. എന്നാൽ ഈ യുദ്ധത്തിന് പോയ ഫ്രെഡറിക് നീച്ചെ എങ്ങനെ മരണപ്പെട്ടതെന്നറിയോ? തൻ്റെ അവസാന വർഷങ്ങൾ ഒരു ഭ്രാന്തനെ പോലെ തലയ്ക്ക് ആക്ച്വലി ഓളം ബാധിച്ചാണ് അദ്ദേഹം മരിച്ചത്. അതാണ് ഫ്രെഡറിക് നീച്ചയുടെ അവസാനം. ബാക്കിയുള്ളവർക്ക് വരത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെങ്കിൽ ബലഹീനർക്കുള്ളതാണ്. ഇൻ്റലക്ച്വലി ആയിട്ടുള്ളവർക്കാണ് ഇത് ക്രിസ്തീയ മതം എന്ന് പറഞ്ഞ മനുഷ്യൻ മരിച്ചത് ഇങ്ങനെയാണ്. നോവലിസ്റ്റ് സിൻക്ലെയർ ലൂയിസ് എന്ന് പറയുന്ന 1930 നൊബേൽ പ്രൈസ് വാങ്ങിച്ച, ലിറ്ററേച്ചറിന് നൊബേൽ പ്രൈസ് വാങ്ങിച്ച അദ്ദേഹത്തിൻ്റെ ലിറ്ററേച്ചറോട് എല്ലാം ക്രിസ്ത്യാനികളെ കളിയാക്കുമായിരുന്നു. എന്നിട്ട് അതിനകത്ത് ഒരു മെയിൻ കഥാപാത്രം എന്ന് പറയുന്നത് തൻ്റെ ഒരു പുസ്തകത്തിനകത്ത്, തൻ്റെ ഒരു രചനയിൽ ഒരു സുവിശേഷകനാണ്. ആ സുവിശേഷകനെ അദ്ദേഹം വരച്ച് കാണിച്ചിരിക്കുന്നത് ഒരു മഹാമദ്യപാനിയായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്തീയ മതത്തിൻ്റെ പിന്നാലെ പോകുന്നവനൊക്കെ ഇങ്ങനെയുള്ള ആളുകളാണെന്നുള്ളത് പുള്ളി വരച്ച് കാട്ടി. എന്നാൽ ഇദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് മരിച്ചത് എങ്ങനെയാണെന്നറിയാമോ? ഒരു മദ്യപാനിയായി, ആരും അദ്ദേഹത്തെ നോക്കാനില്ലാതെ അദ്ദേഹം റോമിൽ അടുത്തൊരു ക്ലിനിക്കിൽ മദ്യത്തിന് അടിമപ്പെട്ട് അവിടെ മരിച്ചു. ദൈവത്തോട് യുദ്ധം ചെയ്യാൻ പോയ മനുഷ്യനാണ്. ഏർണസ്റ്റ് ഹെമിംഗ്വേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചത് അദ്ദേഹത്തിൻ്റെ പോംസൊക്കെ അല്ലേ? അദ്ദേഹം പറഞ്ഞത്, ഏത് വിധത്തിൽ വേണമെങ്കിലും ജീവിക്കാം, ഏത് പാപത്തിൽ വേണമെങ്കിലും ജീവിക്കാം, ഇതിന് യാതൊരു പരിണിത ഫലവുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ ജീവിക്കാം.
എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് നടന്നതാണ് ഏർണസ്റ്റ് ഹെമിംഗ്വേ. എന്നാൽ അദ്ദേഹം അതിൻ്റെ തന്നെ പരിണിത ഫലമായി തലയ്ക്ക് ഒരു തോക്ക് വെച്ച് അദ്ദേഹം തന്നെത്താനെ വെടിവെച്ച് അദ്ദേഹം കൊന്നു. ദൈവത്തോട് യുദ്ധത്തിന് പോയ ഏർണസ്റ്റ് ഹെമിംഗ്വേ. ബൈബിളിലേക്കും ചരിത്രത്തിലേക്കും തിരിഞ്ഞു നോക്കിയ ഫറവോൻ ഒന്നിനു മേലെ യുദ്ധങ്ങൾ ദൈവത്തിൻ്റെ പിന്നാലെ പോയി. അവസാനം എന്താ സംഭവിച്ച ഫറവോന് അറിയാം, നിങ്ങൾക്കറിയാം. അത് ചെങ്കടലിൽ മുങ്ങിപ്പോയി. അപ്പോൾ നമ്മൾ ചരിത്രത്തിൽ നോക്കുമ്പോൾ ദൈവത്തോട് യുദ്ധത്തിന് പോകുന്ന അനേകരുണ്ട്. എന്നാൽ ഇന്നത്തെ നമ്മുടെ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത് ഇതുപോലൊരു മണ്ടത്തരം വേറെ ഇല്ല എന്നുള്ളതാണ്. ദൈവത്തോട് മല്ലയുദ്ധത്തിന് പോയാൽ ഇറ്റ് ഈസ് വെരി വെരി ഡേഞ്ചറസ്. നമുക്കിന്ന് നമ്മുടെ അധ്യായത്തിലേക്ക് തിരിയാം. അപ്പോസ്തല പ്രവർത്തികൾ 12-ാമത്തെ അധ്യായത്തിന് 1 മുതൽ 6 വരെ. ആക്ട്സ് ചാപ്റ്റർ 12 വേഴ്സസ് 1-6. ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായെന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളായിരുന്നു. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കി അവനെ കാപ്പാൻ 4 ചേവകർ ഉള്ള 4 കൂട്ടത്തിന് ഏൽപ്പിച്ചു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഹെരോദാവ് അവനെ ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിൻ്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്ത് കൊണ്ട് ഇരുന്നു. അപ്പോൾ ഇവിടെ പുതിയൊരു പുരുഷൻ വന്നിരിക്കുകയാണ്. അദ്ദേഹം ദൈവത്തോട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. ഹെരോദാവ് എന്ന് പറയുന്നവൻ്റെ ഒരു ശകലം കോണ്ടെക്സ്റ്റ് ഞാൻ പറയാം. ആക്ച്വലി ഇതൊരു അരമണിക്കൂർ ഡീറ്റെയിൽ പറയേണ്ടതുണ്ട് ഹെരോദാവിനെ കുറിച്ച് മാത്രം. പക്ഷെങ്കിൽ ഇന്ന് സമയത്തിൻ്റെ പരിമിതി കാരണം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഈ ഹെരോദാവ് എന്ന് പറഞ്ഞാൽ ഹെരോദ അഗ്രിപ്പ ഒന്നാമൻ, അദ്ദേഹത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇത് യേശുവിൻ്റെ കാലത്ത് കുഞ്ഞുങ്ങളെ കൊല്ലിക്കാൻ ഉത്തരവിട്ട മനുഷ്യനല്ല ഈ ഹെരോദാവ്. ആ ഹെരോദാവ് എന്ന് പറയുന്നത് ഈ ഹെരോദാവിൻ്റെ വല്യപ്പച്ചനാണ് കേട്ടോ, വല്യപ്പനാണ്. അപ്പോൾ AD 37 മുതൽ AD 44 വരെ ജീവിച്ചിരുന്ന ഹെറഡ് അഗ്രിപ്പ 1, അതാണ് ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വലിയ ഉണ്ടല്ലോ മുത്തച്ഛനാണ് ഈ ഹെറഡ് ദ ഗ്രേറ്റ്. ഇതുപോലൊരു നീചനായ ഒരു മനുഷ്യൻ വേറെ ഇല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ 10 ഭാര്യമാരുണ്ടായിരുന്നു. ഭാര്യമാരെ കൊന്നൊടുക്കി, ചിലരെ മക്കളെ കൊന്നൊടുക്കി. ആ കാലത്താണ് അവർ പറഞ്ഞത് ഹെരോദാവിൻ്റെ പന്നി ആയിരിക്കുന്നതാണ് ഹെരോദാവിൻ്റെ മകനെക്കാട്ടിൽ നിൽക്കുന്നതിൽ നല്ലതെന്നൊക്കെ ആളുകൾ ഇപ്പോൾ ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുണ്ട്. അത്ര മോശമായ ഒരു മനുഷ്യൻ. അദ്ദേഹമാണ് 2 വയസ്സിന് താഴെയുള്ളവരെ കൊല്ലാനൊക്കെ തീരുമാനിച്ചത്. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനാണ് ഈ ഹെരോദാവ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഹെരോദാവിനും വലിയ വ്യത്യാസമൊന്നുമില്ല, വല്യപ്പച്ചനെ പോലെ തന്നെയാണ്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, ചില ആളുകളുടെ തീരുമാനം അവരുടെ കുടുംബത്തെ അതേ വഴിക്ക് നയിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. എന്നാൽ എൻ്റെ വല്യപ്പച്ചൻ അങ്ങനെയായിരുന്നു, എന്നാൽ ഒന്ന് മാറി ജീവിക്കാമെന്ന് ചിന്തിക്കുന്നില്ല. അപ്പോൾ എന്നാൽ അഗ്രിപ്പ രാജാവ് എന്ന് പറയുന്നത് പൗലോസ് വിചാരണയ്ക്ക് നിന്ന ആ അഗ്രിപ്പ അല്ല, ഇത് ഒന്നാമൻ. രണ്ടാമനാണ് പൗലോസ് അവൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ അപ്പോസ്തല പ്രവർത്തികളുടെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അഗ്രിപ്പ രണ്ടാമനാണ് ഇവിടെ നമ്മൾ വായിക്കുന്ന അഗ്രിപ്പ ഒന്നാമൻ. ഓക്കെ, അത് പോട്ടെ, അതല്ലോ നമ്മുടെ മെയിൻ വിഷയം. അപ്പോൾ ഈ ഹെരോദ അഗ്രിപ്പ ഒന്നാമൻ യഹൂദന്മാരെ പ്രീതിപ്പെടുത്തേണ്ടതിന് എന്ത് ചെയ്തു? ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ തീരുമാനിച്ചു. തനിക്ക് പോപ്പുലാരിറ്റി ലഭിക്കാൻ വേണ്ടി, തനിക്ക് കൺട്രോൾ ലഭിക്കാൻ വേണ്ടി. അങ്ങനെ പീഡിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ അദ്ദേഹം പീഡിപ്പിച്ചത് ഈ അപ്പോസ്തോലന്മാരെയാണ്. ആദ്യത്തെ രക്തസാക്ഷി സ്തെഫാനോസ് ആണെങ്കിലും ആദ്യത്തെ അപ്പോസ്തോലൻ രക്തസാക്ഷിയായി മരിക്കുന്നത് ആരാണ്? യാക്കോബാണ്. ഈ യാക്കോബ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, ആരാണ് യാക്കോബ്? യാക്കോബിൻ്റെ ലേഖനം എഴുതിയ യേശുവിൻ്റെ അർത്ഥ സഹോദരനായ യാക്കോബല്ല, പിന്നെയോ യോഹന്നാൻ്റെ സഹോദരൻ യാക്കോബ്, ഇടിമക്കൾ എന്നറിയപ്പെട്ട യാക്കോബ്. അദ്ദേഹത്തിനെ കൊന്നു. അതിന് ഉത്തരവാദി ഈ അഗ്രിപ്പ ഒന്നാമൻ ആണ്. അപ്പോൾ അദ്ദേഹം ഓർത്തു, അത് ചെയ്തു കഴിഞ്ഞപ്പോൾ അനേകരങ്ങ് സന്തോഷിച്ചല്ലോ, എല്ലാവർക്കും വലിയ സന്തോഷമായി. അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചെന്ന ഒരു കാര്യം ചെയ്യാം, അടുത്ത ആളിനെയും കൂടെ പിടിച്ചേക്കാം. അടുത്ത ആളിനെ പിടിക്കാൻ വേണ്ടി പത്രോസിൻ്റെ പിന്നാലെ പോയി പത്രോസിനെ പിടിച്ചും അകത്താക്കി. കാരണം എന്നാ? ആളുകളുടെ കൈയടി ലഭിക്കാൻ വേണ്ടി. സമയം തിരഞ്ഞെടുത്തത് പെസഹാടെ സമയമാണ്. കാരണം പെസഹാടെ സമയത്ത് യഹൂദന്മാർ മുഴുവനുണ്ട്. ആ സമയത്ത് യഹൂദന്മാരുള്ളപ്പോൾ പെസഹ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ അവരുടെ മുമ്പിൽ പത്രോസിനെ വിചാരണ ചെയ്യാൻ വേണ്ടിയാണ് പത്രോസിനെ പിടിച്ച് അകത്തിട്ടത്. അദ്ദേഹത്തിൻ്റെ പ്ലാൻ എല്ലാം തകർന്നു പോവുകയാണ്. എന്നാൽ
ഇതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോൺടെക്സ്റ്റ്. ഈ ഹെരോദാവ് യാക്കോബിനെ പിടിക്കുന്നു, കൊല്ലുന്നു. അതിനുശേഷം പത്രോസിനെ പിടിക്കുന്നു, കൊല്ലാൻ പോവുകയാണ്. അതിന് മുമ്പ് ഈ യഹൂദന്മാരുടെ മുമ്പിൽ ഒരു കള്ളവിചാരണ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് കോൺടെക്സ്റ്റ്. എന്നാൽ ഇവിടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ദൈവമക്കൾ അറിയേണ്ടതിന്, എന്തുകൊണ്ട് ദൈവം യാക്കോബിനെ കൊല്ലാൻ അനുവാദം നൽകി, എന്നാൽ പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിപ്പാൻ അനുവദിച്ചു? ഇതാണ് ചോദ്യം. കാരണം നമുക്കൊരു കാര്യം മനസ്സിലായി, നമ്മളും ഈ സാറ്റർഡേ മോർണിംഗിൽ അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതാണ് അല്ലേ? പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ചില പ്രാർത്ഥനകൾക്ക് എന്തുകൊണ്ട് ഉത്തരം ലഭിക്കുന്നില്ല? എൻ്റെ ചിന്ത, സഭ പത്രോസിന് വേണ്ടി എങ്ങനെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചോ അതുപോലെ തന്നെ യാക്കോബിന് ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചതാണ് എൻ്റെ വിശ്വാസം. എനിക്കതിനകത്ത് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നില്ല. പത്രോസ് യേശുവിനെ സ്നേഹിച്ചതുപോലെ തന്നെ യാക്കോബ് യേശുവിനെ സ്നേഹിച്ചു. എന്നാൽ എന്തുകൊണ്ട് ഒരുവൻ കൊല്ലപ്പെട്ടു, ഒരുവൻ വെറുതെ വിട്ടു? സാധാരണമായി യാക്കോബിൻ്റെ ഭാര്യയൊക്കെ ഒന്ന് ചിന്തിച്ച് കാണത്തില്ലേ, കർത്താവെ പത്രോസിനെ വിടുവിച്ചതുപോലെ എൻ്റെ ഭർത്താവിനെ എന്താ വിടുവിക്കാഞ്ഞ്? ചിന്തിക്കാൻ സാധ്യതയില്ലേ? മനുഷ്യനാണ് ചിന്തിക്കും. പിന്നെ എന്തുകൊണ്ട് ദൈവം ഇത് അനുവദിച്ചു? ദൈവമക്കൾ ഇത് മനസ്സിലാക്കണം. ഇതിന് ശേഷം പത്രോസ് കൊല്ലപ്പെടും കേട്ടോ, പക്ഷേ ഈ പ്രാവശ്യം 3-ാമത്തെ പ്രാവശ്യമാണ് രക്ഷപ്പെടുന്നത്. എന്നാൽ ഇവിടെ ദൈവമക്കൾ അറിയേണ്ട ചില വിഷയങ്ങളുണ്ട്. എന്നാൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം സ്ട്രോങ് ആവത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം, 4 കാരണങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഈ പാഠത്തിൽ നിന്ന്. 1, ദൈവത്തിൻ്റെ വഴികൾ നമ്മുടെ വഴികളെക്കാട്ടിലും വലുതാണ്. ഇത് മുഴുവൻ മനസ്സിലാക്കാൻ എനിക്കും നിങ്ങൾക്കും ഒരുപക്ഷെ നിത്യതയുടെ ഇപ്പുറം സാധിക്കത്തില്ല. എന്നാൽ അവനെ നാം കാണുമ്പോൾ ഇതിൻ്റെ എല്ലാ ഉത്തരം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് കർത്താവെ, 2 ദമ്പതിമാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. 1, കർത്താവെ അവർക്ക് മക്കളെ കൊടുക്കണമേ. കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു കൂട്ടർക്ക് മക്കളെ ലഭിക്കുന്നു, മറ്റേ കൂട്ടർക്ക് മക്കളെ ലഭിക്കുന്നില്ല. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ കുറവാണോ? ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവാണോ? 2 പേർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചില്ലേ? ദൈവം എന്തുകൊണ്ട് ഉത്തരം നൽകിയില്ല? കർത്താവെ, ടെർമിനൽ ക്യാൻസറായി 2 പേര് ആശുപത്രി കിടക്കുന്നു. 2 പേർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഒരുവന് സൗഖ്യം ലഭിച്ചു, ഒരുവന് സൗഖ്യം ലഭിച്ചില്ല. എന്തുകൊണ്ട്? ഒന്നാമത്തെ കാരണം, ദൈവത്തിൻ്റെ വഴികൾ നമ്മുടെ വഴികളെക്കാട്ടിലും ഉയർന്നതാണ്. ഇത് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു പ്യൂരിറ്റൻ പ്രീച്ചറായ തോമസ് വാട്സൺ ആണെന്ന് പറഞ്ഞത്, ഇഫ് ഗോഡ് വാസ് സ്മോൾ ഇനഫ് ഫോർ മൈ അണ്ടർസ്റ്റാൻഡിങ്, ഹി വുഡ് നോട്ട് ബി ബിഗ് ഇനഫ് ഫോർ മൈ വർഷിപ്പ്. എൻ്റെ മനസ്സിൽ ഒതുങ്ങുന്ന അത്രയും ചെറിയവനാണ് ദൈവമെങ്കിൽ എൻ്റെ ആരാധനയ്ക്ക് യോഗ്യമായ വലുപ്പം അവനില്ല എന്നുള്ളതാണ് പറഞ്ഞത്. സോ ഗോഡ് ഇസ് ഗോഡ്. അവൻ്റെ വഴികളെ ചോദ്യം ചെയ്യാൻ നമ്മൾ ആരുമല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അവൻ്റെ വഴികൾ നമ്മുടെ വഴികളെക്കാൾ വലുതാണ്. 2, ഈ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ട 2-ാമത്തെ കാര്യം, ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അവൻ നല്ലവൻ തന്നെ. ഗോഡ് ഇസ് ഗുഡ് ഓൾ ദ ടൈം. ഏത് സമയത്തും ദൈവം നല്ലവൻ തന്നെ. എൻ്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുമ്പോഴും ദൈവം നല്ലവൻ തന്നെ. സാഹചര്യങ്ങൾ എനിക്ക് മനസ്സിലാകാത്തപ്പോഴും ദൈവം നല്ലവൻ തന്നെ. അതുകൊണ്ട് ഐ മൈ ഡൗട്ട് മൈ സർക്കംസ്റ്റൻസ്. സംശയങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ വരും. കർത്താവിനോട് ചിലപ്പോൾ എനിക്ക് വാദിക്കാം, ചിലപ്പോൾ ദൈവത്തോട് എനിക്ക് ദേഷ്യപ്പെട്ടൊക്കെ ചില കാര്യങ്ങളൊക്കെ പറയാം. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ എൻ്റെ ഉള്ളം തുറന്ന് ചിലപ്പോൾ ഞാൻ കർത്താവിനോട് ചില കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ ഇത് പറയുമ്പോഴൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ഒരു കാര്യം അറിയാം, എൻ്റെ ദൈവം നല്ലവൻ തന്നെ. തിന്മയായതൊന്നും അവൻ തൻ്റെ മക്കളോട് ചെയ്യുകയില്ല എന്നുള്ള ഉറപ്പ്. സങ്കീർത്തനം 100:5. സോ ഗോഡ്സ് നേച്ചർ ഇസ് ഗുഡ്. ഹി ഹാസ് ഓൾവേസ് ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് അറ്റ് ഹാർട്ട്. അപ്പോൾ അതാണ് 2-ാമത്തെ കാര്യം. 3-ാമത്തെ കാര്യം, ഞാൻ ഇങ്ങനത്തെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവൻ്റെ കൃപ മതിയായതാണ്. എൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഒരു ദൈവകൃപയുണ്ട്. 2 കൊരിന്ത്യർ 12:8-10 വരെ. ഗോഡ്സ് ഗ്രേസ് ഇസ് സഫിഷ്യൻറ്റ്. പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഈ ജഡത്തിലെ ശൂലം ഒന്ന് മാറ്റിത്തരണം. കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. അപ്പോൾ ഉത്തരം ഞാൻ ആഗ്രഹിക്കാത്ത വിധത്തിൽ വരുമ്പോൾ എന്താണ് ഞാൻ എന്നോട് തന്നെ പറയേണ്ടത്? ഗോഡ്സ് ഗ്രേസ് ഈസ് sufficient for me. So prayer is not about getting what we want. ഞങ്ങളിപ്പോൾ ഒരു 21-day ഫാസ്റ്റിംഗ് ആൻഡ് പ്രയർ ഇരിക്കുകയാണ് കൊച്ചിയിലെ നമ്മുടെ ഉണർവ് കൂട്ട്. അപ്പോൾ ഞാൻ ഇന്ന് അവർക്ക് അയച്ചു കൊടുത്തതാണ്, prayer is not about getting what we want. Prayer is actually us, God teaching us to want what we need. ഒന്നുകൂടെ ഞാൻ പറയാം കേട്ടോ. Prayer is not getting what we want. Prayer is God teaching us to want what we need. Prayer is God teaching us to want what we need. എനിക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിപ്പിച്ചെടുക്കുന്നതല്ല പ്രാർത്ഥന. പിന്നെ എങ്ങനെ എന്തിനു വേണ്ടി യഥാർത്ഥമായി ആഗ്രഹിക്കണം എന്നുള്ളത് എന്നെ പഠിപ്പിക്കുന്നതാണ്
പ്രാർത്ഥന. ഓക്കെ, സോ ഹിസ് ഗ്രേസ് ഇസ് ഓൾവേസ് സഫിഷ്യൻറ്റ്. 4, ഗോഡ്സ് ജസ്റ്റിസ് ഇസ് പെർഫെക്റ്റ്. ദൈവത്തിൻ്റെ ന്യായവിധി പൂർണ്ണതയുള്ളതാണ്. ഇതുപോലെ ഒരു ന്യായകർത്താവിനെ ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഹെരോദാവേ, നീ ദൈവത്തിൻ്റെ അടുക്കൽ യുദ്ധത്തിന് പോയാൽ തക്ക സമയത്ത് അതിനുള്ള പണിഷ്മെൻറ്റ് നിനക്ക് കിട്ടിയിരിക്കും. അതാണ് നമ്മൾ 12-ാമത്തെ അധ്യായത്തിൽ കാണാൻ പോകുന്നത്. എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തോട് ഹീ വിൽ സോർട്ട് ഇറ്റ് ഔട്ട് ഓൾ അറ്റ് ദി എൻഡ്. ഒരുപക്ഷെ ഈ ലോകത്തിൽ നമ്മുടെ നിത്യതയുടെ ഈ വശത്ത് നമുക്കത് കാണാൻ സാധിച്ചു എന്ന് വരത്തില്ല. എന്നാൽ അവസാനമായി പൂർണ്ണമായി സകല കണക്കുകളും തീർക്കുന്ന ഒരു ദൈവം നമ്മുടെ ന്യായകർത്താവായി വാഴുന്നു. ഓക്കെ, അപ്പോൾ 4 കാര്യങ്ങൾ മനസ്സിലാക്കണം. വെൻ വി സീ ദ വേ ഗോഡ് ആൻസേഴ്സ് പ്രേയേഴ്സ്, ഇഫ് യു ഫീൽ ദാറ്റ് ഹീസ് ആൻസറിങ് പ്രേയേഴ്സ് ഇൻ ഡിഫറെൻറ്റ് വേസ്. ഞാൻ ഉദ്ദേശിക്കുന്ന പോലല്ല. പത്രോസിനെ വിടുവിച്ചു, യാക്കോബിന് കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ 4 കാര്യങ്ങൾ. 1, അവൻ്റെ വഴികൾ നമ്മുടെ വഴികളേക്കാൾ വലുതാണ്. 2, ദൈവം എന്നും നല്ലവൻ തന്നെയാണ്. എൻ്റെ ഏറ്റവും നല്ലത്, ഈ ദോഷമായി അവനൊന്നും എനിക്ക് ചെയ്യുകയില്ല. 3, ദൈവത്തിൻ്റെ കൃപ, അതും നമുക്കത് മതി. 4, ദൈവത്തിൻ്റെ ന്യായവിധി, ഹിസ് ജസ്റ്റിസ് ഈസ് പെർഫെക്റ്റ്, ഇറ്റ്സ് പെർഫെക്റ്റ്. ഓക്കെ, ഈ 4 കാര്യങ്ങൾ ഓർക്കുക. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ ടെക്സ്റ്റിലേക്ക് വരിക. കാരണം പലപ്പോഴും ദൈവമക്കളുടെ ഉള്ളിൽ വരുന്ന ചോദ്യങ്ങളാണ് അതിനുള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് കർത്താവ് ഇന്നയാളിനെ വിടുവിച്ചു, ഇന്നയാളിനെ വിടുവിച്ചില്ല എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഹെരോദാവ്, 6-ാമത്തെ വാക്യം 6 ഓൺവേർഡ്സ്. ഹെരോദാവ് അവനെ ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിൻ്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവൻ്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ദൂതൻ അവനോട് അര കെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവം എന്ന് അറിയാതെ താൻ ഒരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു. അപ്പോൾ ദർശനം കാണുന്നു എന്ന് വിചാരിച്ചാണ് പത്രോസ് ദൂതന്റെ പിറകിൽ പോകുന്നത്. അവർ 1-ാം കാവലും 2-ാമത്തേതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കൽ എത്തി. അത് അവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കണ്ടു. ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹെരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും അവനെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറയുന്നു. അപ്പോൾ ഇവിടെ പത്രോസിൻ്റെ അത്ഭുതകരമായ വിടുതലാണ് നാം കാണുന്നത്. അതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, സഭയുടെ പ്രതികരണം എന്താണ്? പത്രോസ് തടവിൽ സൂക്ഷിച്ചിരിക്കുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു പോകുന്നു. ശ്രദ്ധയോടെ. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിനെ 4 കാവൽക്കാരാണ് കാക്കുന്നത്? ഹയസ്റ്റ് ലെവൽ ഓഫ് സെക്യൂരിറ്റി. ഇടത്തും വലത്തും 2 പേര്, വാതിലിൻ്റെ മുമ്പിൽ 2 പേര്, ഇരുമ്പ് വാതിൽ അടച്ചിരിക്കുന്നു. അപ്പോൾ 1-ാം കാവല്, 2-ാം കാവല്, ഇരുമ്പ് വാതിൽ, ഇങ്ങനെ അദ്ദേഹത്തിനെ പൂട്ടിയിരിക്കുക. ഇങ്ങനെ ഇരിക്കുമ്പോൾ സഭയുടെ പ്രതികരണം എന്താണ്? സഭയുടെ പ്രതികരണം ഒന്ന് മാത്രം. കേസിനും വഴക്കും കോടതിക്കും അല്ല പോകുന്നത്. പിന്നെയോ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. They prayed fervently. ഈ fervently എന്ന് പറയുന്ന ഗ്രീക്ക് പദം എക്ടനോസ് എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് വരുന്നത്. എക്ടനോസ്, അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഒരു മസിൽ സ്ട്രെയിൻ ചെയ്യുന്നത് പോലാണ് അവർ പ്രാർത്ഥിച്ചത്. ഈ ജിമ്മിലൊക്കെ പോകുന്നവർക്ക് അറിയാമല്ലോ, അവസാനത്തെ 2 ലിഫ്റ്റ് എന്ന് പറഞ്ഞതുപോലെ അങ്ങനെയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. മടുത്തു പോകാതെ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ യൂത്ത് ഫോർമേഷൻ്റെ ഈ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ ക്ലാസ്സിൽ കയറുന്നവരോട് ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇങ്ങനെയാണോ നാം കർത്താവിന് വേണ്ടി പീഡനം അനുഭവിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുക. ഉള്ളു നൊന്ത് ഒരു മസിൽ സ്ട്രെയിൻ ചെയ്യുന്നത് പോലെ ശ്രദ്ധയോടാണോ തടവിൽ കിടക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ എന്തുമാത്രം കരഞ്ഞ് നിലവിളിക്കുന്നവരാ, അല്ലയോ? പക്ഷെങ്കിൽ തടവിൽ കിടക്കുന്നവരെ കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടോ? ഞങ്ങളുടെ മിഷൻസ് ഇന്ത്യയിലെ ഒരു സഹോദരൻ ഈയിടെ വെള്ളിയാഴ്ച അവർ കയറ്റി. കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളിയാഴ്ച ആകുമ്പോൾ ബെയിൽ കിട്ടത്തില്ല. വെള്ളിയാഴ്ച കയറ്റി അവനെ ഒരാഴ്ച അതിനകത്തിട്ടു. അവൻ്റെ ഫോൺ എടുത്തു.
അവൻ്റെ ഭാര്യയ്ക്ക് അറിയത്തില്ല അവൻ എവിടാണെന്ന്, അവൻ ജീവനുണ്ടോ എന്നുള്ളത് അറിയത്തില്ല, അവനെ അകത്തിട്ടിരിക്കുക. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമോ? നമ്മുടെ ഒരു കുഞ്ഞെ ഒരു ദിവസത്തേക്ക് മിസ്സിങ് ആയെന്ന് വിചാരിക്കുക. നമ്മുടെ ഒരു കുഞ്ഞ് ഒരു ദിവസത്തേക്ക് മിസ്സിങ് ആയെന്ന് വിചാരിക്കുക. നമ്മളെങ്ങനെ പ്രാർത്ഥിക്കും? അയ്യോ, എൻ്റെ കുഞ്ഞൊക്കെ ആണെങ്കിൽ ഒരു മണിക്കൂർ നമ്മൾ എവിടെയെങ്കിലും ഷോപ്പിങ്ങിന് പോകുന്ന വഴിക്ക് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചങ്ക് തകരും ഒരു മണിക്കൂറത്തേക്ക്. ഇത് വീക്കെൻഡ് മുഴുവൻ ജീവനുണ്ടോ ഇല്ലയോ എന്നറിയാത്ത വിധത്തിൽ തടവിലാക്കി കളഞ്ഞു. നമ്മൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? എക്ടനോസ്, ശ്രദ്ധയോടുള്ള പ്രാർത്ഥന. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, കാലങ്ങൾ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്, ഇനിയും പ്രയാസം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചൊന്നും ആർക്കും സംശയമൊന്നും വേണ്ട. സഭ പ്രാർത്ഥിക്കുമോ? നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? കർത്താവിന് വേണ്ടി പീഡനം സഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ പിതാവ് പറയുന്നൊരു കാര്യമാണ്. എന്താണ്? നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് രാജ്യത്തിനും കർത്താവിൻ്റെ വേലയിൽ വില കൊടുത്ത് നിൽക്കുന്ന സഹോദരന്മാർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. അത് നമ്മുടെ കടമയാണ് പ്രിയമുള്ളവരെ, ഇവരുടെ പുണ്യം വിൽക്കാൻ. അതുകൊണ്ട് ദൂതനാണ് പത്രോസിനെ രക്ഷപ്പെടുത്തിയത്, അല്ലേ? പത്രോസിനെ വിളിച്ചത് ദൂതനാണ്, പക്ഷെ ദൂതനെ അവിടെ കൊണ്ടുവന്നത് പ്രാർത്ഥനയാണ്. അപ്പോൾ സഭ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വലിയ അത്ഭുതം ചെയ്യും. ഇലക്ഷനൊക്കെ വരിക, പ്രാർത്ഥിക്കണം, പ്രേ, ഒരുപാട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇതാണ് സഭയുടെ റെസ്പോൺസ്. നമ്മുടെ റെസ്പോൺസ് എന്തായിരിക്കണം? പ്രാർത്ഥന. അതാണ് നമ്മുടെ റെസ്പോൺസ്. 2, പത്രോസിന്റെ റെസ്പോൺസ് ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ സഭ ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. പത്രോസിന്റെ റെസ്പോൺസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. 1, 2 സൈഡിലും കാവൽക്കാര്, കാരാഗൃഹത്തിന്റെ തണുത്ത തറയിലാണ് കിടപ്പ്. നാളെ ഏകദേശം ഉറപ്പാണ് 2 ദിവസത്തിനുള്ളിൽ തല പോകുന്നുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങൾ പത്രോസിനെ സംബന്ധിച്ചുള്ള ഉറപ്പാണ്. പത്രോസ് കൂർക്കം വലിച്ച് കിടന്നുറങ്ങുക. എങ്ങനെയുണ്ട്? 2 ദിവസത്തിനുള്ളിൽ മരിക്കും, അവർ തല വെട്ടും. 2 സൈഡിലും കാവൽക്കാർ, തണുത്ത തറയിലാണ് കിടപ്പ്, ഉറക്കത്തിന് ഒട്ടും കുറവില്ല. ഈ പത്രോസ് നല്ല ഉറക്കക്കാരനാണ് കേട്ടോ. പണ്ട് മുതലേ ഗെത്സമനെ പൂങ്കാവനത്തിലായിരുന്നപ്പോഴും കർത്താവ് പറഞ്ഞു ഉണർന്നത് പ്രാർത്ഥിക്കും. പുള്ളി ഉറക്കത്തിൻ്റെ ആശാന. അപ്പോൾ ഉറക്കമുള്ളവർക്ക് ഹോപ്പുണ്ട് കേട്ടോ. നിങ്ങൾ ചിലർക്ക് ഇച്ചിരി ഉറക്കം കൂടുതലാണെങ്കിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഹോപ്പുണ്ട്. ഒരൊറ്റ ഉറക്ക ഗുളിക കഴിക്കാതെ ഈ കാരാഗ്രഹത്തിൽ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്ന മനുഷ്യനാണ് പത്രോസ്. പ്രിയമുള്ളവർ, ഇതാണ് വിശ്വാസം. ദിസ് ഇസ് ഫെയ്ത്ത്. അതിൻ്റെ കാരണം എന്നാണെന്നറിയാം. ഇതുകൊണ്ടാണ് യേശു കർത്താവ് കപ്പലിൻ്റെ അടിത്തട്ടി കിടന്ന് ഉറങ്ങിയതിൻ്റെ കാരണം ഇത്ര മാത്രം. അപ്പോൾ എൻ്റെ കർത്താവ് അനുവദിക്കാതെ എൻ്റെ തലയിലെ ഒരു രോമത്തെ തൊടുവാൻ ഒരുവന് കഴിയത്തില്ല എന്നൊരുവന് വിശ്വാസം വന്നാൽ ഇനി അവനെ ഏത് സിംഹക്കുഴി കൊണ്ടിട്ടാലും അവൻ ഉറങ്ങും. ദാനിയേലിൻ്റെ ജീവിതം നമ്മൾ പഠിച്ചതല്ലേ? ദാനിയേൽ സിംഹക്കുഴി കിടക്കുക, ദാനിയേൽ ഭയങ്കര ഉറക്കം. പക്ഷെങ്കിൽ രാജാവിൻ്റെ പള്ളിമത്തെ കിടക്കുന്ന രാജാവ്, 5 സ്റ്റാർ അക്കോമഡേഷനാണ്, പുള്ളിക്ക് രാത്രി ഉറക്കം വന്നില്ലെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം ആരാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ രാത്രി നല്ലതുപോലെ ഉറങ്ങണം. എന്തൊക്കെ സംഭവിച്ചാൽ എന്നാ, കർത്താവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച്. എൻ്റെ പിതാവ് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് കേട്ടോ. എൻ്റെ പിതാവിന് ഈ വലിയ മിനിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള പ്രയാസങ്ങൾ, നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ചുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ വലിയ സങ്കടവും ഒക്കെ വരുമ്പോൾ രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ രാത്രി ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് പ്രാർത്ഥിക്കുന്ന വിഷയം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് പറയും, കർത്താവേ, കരഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, നീ ഇസ്രായേലിൻ്റെ ഉറങ്ങാത്തവനല്ലേ? ഇസ്രായേലിനെ പരിപാലിക്കുന്ന മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. അപ്പോൾ നീ ഉറങ്ങുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ 2 പേരൂടെ പിന്നെ എഴുന്നേറ്റ് നിൽക്കേണ്ട കാര്യം എന്താ? നമ്മൾ 2 പേരൂടെ എഴുന്നേറ്റിരിക്കേണ്ട കാര്യമില്ലല്ലോ. നീ എഴുന്നേറ്റിരിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങ് ഉറങ്ങാൻ പോവാ. അപ്പോൾ ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുകയില്ല, മയങ്ങുന്നില്ലെങ്കിൽ നമുക്ക് നല്ലതുപോലെ ഉറങ്ങാം കേട്ടോ. രാത്രിയിൽ സുഖനിദ്ര, സുഖമായിട്ട് ഉറങ്ങിക്കോണം. നമുക്ക് വേണ്ടി ഉറങ്ങാതെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ തറയിൽ കിടക്കുമ്പോൾ, ഈ പ്രയാസമേറിയ ഘട്ടത്തിൽ 2 ദിവസത്തിനുള്ളിൽ തല പോകും. അയ്യോ, എൻ്റെ ഭാര്യ, പത്രോസ് കല്യാണം കഴിച്ചവനാ കേട്ടോ, ഓർത്തോണം. അയ്യോ കർത്താവ്, എൻ്റെ ഭാര്യ വിധവയായി മാറും. നോ പ്രോബ്ലം, ഉറങ്ങാൻ തീരുമാനിച്ചു. കാരണം എന്നാ, എൻ്റെ നാളുകളെ നിയന്ത്രിക്കുന്ന ദൈവം എനിക്കായി ജീവിപ്പിക്കുന്നു. അത് മാത്രമല്ല, ഈ വലിയ പ്രകാശം
വന്നിട്ടുണ്ട്. എന്താ? ദൂതനകത്ത് കയറി ഈ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഉറങ്ങാൻ പ്രയാസമുള്ള ഒരു കൂട്ടരുണ്ടോ? എനിക്കുണ്ട്. എവിടെയെങ്കിലും ഒരു ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഏതാ? വലിയ പ്രയാസം. ഇത് വലിയ പ്രകാശം വന്ന് മുമ്പിൽ നിന്ന് എന്നിട്ട് ഉറങ്ങുന്ന പുള്ളി. അപ്പൊ എന്തോ ഒരു ഉറക്കമായിരുന്നെന്നാണ് ഞാൻ ഈ ചിന്തിക്കുന്നത്. അത് മാത്രമല്ല, അവസാനം ദൂതൻ വന്ന് വിലാപ്പുറത്ത് തട്ടിയെന്നാ പറയുന്നത്. നമ്മൾ പിള്ളേരൊക്കെ അടിച്ച് എഴുന്നേൽപ്പിക്കുന്ന പോലെ തട്ടി. പത്രോസെ ഒന്ന് എഴുന്നേക്കാവോ, നമുക്ക് ഇവിടുന്ന് പോകാൻ സമയമായി. പത്രോസ് പ്ലീസ് എന്നെ ശല്യപ്പെടുത്തരുത്, ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെന്നായിരിക്കും ഒരുപക്ഷെ പറഞ്ഞത്. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിച്ച ആ ഉറക്കത്തിന്റെ ആഴം എത്രമാത്രം. അതാണ് പത്രോസിന്റെ റെസ്പോൺസ്. അതുകൊണ്ട് നമ്മുടെ സാഹചര്യം എന്തു ആയിക്കൊള്ളട്ടെ, നമുക്ക് ഉറങ്ങാൻ ദൈവം ആവശ്യമായിട്ടുള്ള കൃപ തരികയാണ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത വിഷയം, വാതിലുകളെ തുറക്കാൻ ശക്തിയുള്ള ദൈവം. വാതിലുകളെ തുറക്കാൻ ശക്തിയുള്ള ദൈവം. ദൂതൻ കയറി വന്നു കഴിഞ്ഞപ്പോൾ കൈ രണ്ടും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടു. ആ ചങ്ങല ആ സെക്കൻഡ് ഊരിപ്പോയി. ആ സെക്കൻഡ് ചങ്ങലകൾ പോയി. ഒന്നാം കാവല് കടന്നു, രണ്ടാം കാവല് കഴിഞ്ഞു. ഒരു മനുഷ്യന് തടയാൻ സാധിച്ചില്ല. അവസാനം ഇരുമ്പ് വാതിലിന് മുമ്പിൽ നിൽക്കുകയാണ്. ഇരുമ്പ് വാതിലുകളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അത് തനിയെ തുറക്കുന്നു. ഇതിന്റെ അർത്ഥം എന്നാ? ഇതിന്റെ അർത്ഥം ഇത്ര മാത്രം: കർത്താവിന് ഒരു വാതിൽ തുറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരൊറ്റ മനുഷ്യന് അത് തടയാൻ സാധിക്കത്തില്ല. അപ്പൊ എനിക്ക് വേണ്ടി ദൈവം ഒരു വാതിൽ തുറക്കാൻ തീരുമാനിച്ചാൽ ഇനിയും ഒന്നാം കാവലും രണ്ടാം കാവലും ഇരുമ്പ് വാതിലുകൾ പോലും തുറക്കാൻ കർത്താവിന് കഴിയും. കാരണം എന്നാ? വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ പഠിച്ചതുപോലെ ദാവീദിന്റെ താക്കോൽ അവന്റെ കയ്യിൽ എന്ന് പറയാം. സകലത്തിന്റെ മാസ്റ്റർ കീ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, മാസ്റ്റർ കീ, അത് അവൻ്റെ കയ്യിൽ. നമ്മൾ ഈ ഹോട്ടലിലൊക്കെ പോയി നമ്മളെ തന്നെ ലോക്ക് ചെയ്ത് കഴിയുമ്പോഴേ ക്ലീനേഴ്സിനോട് നമ്മൾ പോകുന്ന ക്ലീനറോട് പറയും, ഒന്ന് തുറന്ന് തരണേ. ഞാനാണെങ്കിൽ ഈ കാർഡ് കളയാൻ വലിയ മിടുക്കനുമാണ്. അപ്പം നമ്മൾ എപ്പോഴും പറയും, അപ്പോൾ ഒരു മാസ്റ്റർ കീ ഉണ്ട്, ഡോൺ വറി, നമ്മളിപ്പോൾ തുറന്നു തരാം എന്ന് പറഞ്ഞതുപോലാണ് പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കയ്യിൽ ഒരു മാസ്റ്റർ കീ ഉണ്ട്. ഇനി ഏതവൻ ലോക്കൽ കീ ഇട്ട് പൂട്ടിയാലും മാസ്റ്റർ കീ ഉള്ളവൻ തുറക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ ഇത് അടയ്ക്കാനൊക്കത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. ചിലർ ഈ നിയമവും പല പരിപാടിയോട്ടൊക്കെ മറ്റേ ആൻറ്റി കൺവേർഷൻ ലോ ഇതൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ പരിപാടി ഇറക്കിക്കൊണ്ട് ലോക്കൽ കീ ഇട്ട് പൂട്ടുന്നുണ്ട്. പക്ഷെ മാസ്റ്റർ കീ ഉള്ളവൻ ഇത് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് തുറക്കുമ്പോൾ ഉണ്ടല്ലോ സുവിശേഷം അങ്ങ് പരക്കും. അപ്പം ലോക്കൽ കീ ഇട്ട് ഇങ്ങനെ പൂട്ടിക്കൊണ്ടിരിക്കുന്നത് ചിന്തിക്കുന്നത്, ഞാനിത് പൂട്ടുമ്പോൾ ഇത് ഇവിടെ കൊണ്ട് നിൽക്കത്തില്ല. ദാവീദിന്റെ താക്കോലുള്ളവൻ തുറന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അടയ്ക്കാനൊക്കത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് ധൈര്യമായിട്ട് സുവിശേഷം പറയാൻ പറ്റുന്നത്. അയ്യോ, ഇനി അടുത്ത ഇലക്ഷൻ ഇലക്ഷൻ എന്തും ആയിക്കൊള്ളട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ എന്തു വന്നാലും സുവിശേഷത്തിനെ പൂട്ടിയിടാൻ പറ്റൂല എന്നുള്ളതിൻ്റെ തെളിവാണ് പത്രോസിന്റെ ജീവിതം. അപ്പോൾ വാതിലുകളെല്ലാം തുറന്നു. അസാധാരണമായ വാതിൽ, ഒരു മനുഷ്യനും തുറക്കാൻ പറ്റാത്ത വാതിലുകൾ ദൈവം തുറക്കുകയാണ്. തുറന്നു കഴിഞ്ഞപ്പോൾ പത്രോസ് അവസാനം പുറത്തിട്ട് കഴിഞ്ഞപ്പോൾ ദൂതൻ സ്ഥലം വിട്ടു. പത്രോസ് നടന്ന് മറിയയുടെ വീട്ടിൽ ചെന്നു. മറിയയുടെ വീട്, മറിയ എന്ന് പറഞ്ഞാൽ ഒരു ധനാഢ്യയായ സ്ത്രീയാണ്. കാരണം വേലക്കാരും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന, ദൈവമക്കളുടെ കൂട്ടത്തിൽ എല്ലാ വെറൈറ്റിയും ഉണ്ട് കേട്ടോ. ധനവാന്മാരുണ്ട്, പാവപ്പെട്ടവരുണ്ട്, സാധാരണക്കാരുണ്ട്, ബിസിനസ്സുകാരുണ്ട്, കാശുള്ളവനുണ്ട്, കാശില്ലാത്തവനുണ്ട്. ദൈവത്തിന് ഇവരെ കൊണ്ടെല്ലാം ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് ധനാഢ്യർ, കാരണം അവിടെയാണ് പ്രയർ മീറ്റിംഗ് നടക്കുന്നത്. ആ ഹാള് വലിയ ഹാളായിരിക്കും, അതുകൊണ്ടായിരിക്കും പ്രയർ മീറ്റിംഗ് അവിടെ നടത്തുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല ഭക്തിയായ സ്ത്രീ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പത്രോസ് വന്ന് വാതിൽക്ക് നിൽക്കുകയാണ്. വാതിൽക്ക് കുട്ടി കഴിഞ്ഞപ്പോൾ റോദ എന്ന് പറയുന്ന ഒരു ബാല്യക്കാരി ഓടി വന്ന് തുറന്നു കഴിഞ്ഞപ്പം അപ്പോൾ റോദായും എല്ലാവരുടെയും കൂടെ നിന്നങ്ങ് പ്രാർത്ഥനയാണ്, കർത്താവേ പത്രോസിനെ വിടുവിക്കണേ. ഭയങ്കര പ്രാർത്ഥനയാണ്. പ്രാർത്ഥിച്ച് ഡോറ് തുറന്നപ്പോൾ പത്രോസ് അവിടെ നിൽക്കുക. അപ്പോൾ അവർ പ്രാർത്ഥിച്ചതിൻ്റെ ഉത്തരം മുമ്പിൽ നിൽക്കുക. ഇതിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് റോദ പേടിച്ചു പോയി. ഇതെന്തുവാ ഇവിടെ നിൽക്കുന്നത്? അപ്പൊ പ്രാർത്ഥിച്ചതിന് ഉത്തരം ദൈവം മുമ്പിൽ കൊണ്ട് തന്നു കഴിഞ്ഞപ്പോൾ ഉത്തരത്തിന് മുമ്പിൽ ഞെട്ടിപ്പോയി. ഡോറ് പോലും തുറന്നില്ല. നമ്മളിങ്ങനെയല്ല പലപ്പോഴും പ്രാർത്ഥിച്ച ചില വിഷയങ്ങൾ മുമ്പിൽ കൊണ്ട് ദൈവം തരും, പക്ഷെ വിശ്വസിക്കാൻ വയ്യ. എന്നിട്ട് പറയുക. അപ്പോൾ എന്നിട്ട് ഏറ്റവും പോട്ടെ, റോദ ഞെട്ടിപ്പോയത് എനിക്ക് മനസ്സിലാക്കാം, വാതിൽ തുറക്കാതെ തിരിച്ചുപോയി, എനിക്കത് മനസ്സിലാക്കാം. ഈ വലിയ മൂപ്പന്മാർ അവിടെ ഇരുന്ന് വലിയ പ്രാർത്ഥനയാണ് കേട്ടോ. ഈ പ്രാർത്ഥിച്ചവരെല്ലാം കൂടെ ചേർന്ന് റോദയോട് പറയുക, നിന്റെ തലയ്ക്ക് എന്തോ പ്രശ്നമാണ്, നീ എന്തോ ഈ പറയുന്നതെന്ന്. അപ്പൊ പിന്നെ എന്തോ ഓർത്തോണ്ട് ഇത്ര നേരം പ്രാർത്ഥിച്ചെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പത്രോസിനെ വിടുവിക്കുക എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നിന്നാൽ കഴിയാത്തതൊന്നുമില്ല, നീ സർവശക്തൻ എന്നൊക്കെ പറഞ്ഞു വലിയ പ്രാർത്ഥനയാണ്. പ്രാർത്ഥിച്ചതിൻ്റെ ഉത്തരം എന്താണ്ട് വാതിക്ക നിൽക്കുന്നു. അപ്പോൾ ആ ന്യൂസ് വന്ന് പറഞ്ഞ പുള്ളിക്കാരോട് പറയാ, നിനക്ക് ഏതാണ്ട് പ്രശ്നമുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മളെപ്പോഴും. കർത്താവ് ചില ഉത്തരങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ കൊണ്ട് തരുമ്പോൾ നമ്മൾ എന്നാ പറയുന്നത്, നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു. അവളോ അല്ല, ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ച് പറഞ്ഞു. അവൻ്റെ ദൂതനാകുന്നു എന്ന് അവർ പറഞ്ഞു. പത്രോസ് മുട്ടിക്കൊണ്ടിരിക്കുക.
അവർ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. അപ്പോൾ ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു ഭയങ്കര പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇത് ഉടനെ പറയുന്നുണ്ട് ഇത് യാക്കോബിനോട് എന്ന് പറയണമെന്ന്. എന്താണ്, ആരാ യാക്കോബ് എന്നറിയോ? യാക്കോബിൻ്റെ ലേഖനം എഴുതിയ യേശു കർത്താവിൻ്റെ അർത്ഥ സഹോദരൻ, നമ്മുടെ യെരുശലേമിലെ തൂണ്, യാക്കോബിനോട് എന്ന് പറയണമെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹമാണ് അന്ന് എല്ലാത്തിൻ്റെയും മോഡറേറ്റർ. അപ്പോൾ അദ്ദേഹത്തിനോട് എന്ന് പറയണമെന്ന് പറഞ്ഞു. എന്നാൽ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വാതിൽ ഒന്നാം കാവൽ കടന്നു, രണ്ടാം കാവൽ കടന്നു. ഈ ഇരുമ്പ് വാതിലിൻ്റെ മുമ്പ് വന്നപ്പോൾ ആർക്കും തുറക്കാൻ പറ്റാത്ത വാതിൽ ദൈവം തുറന്നു. എന്നാൽ വീടിൻ്റെ വാതിലിൻ്റെ മുമ്പിൽ വന്നപ്പോൾ ദൈവം എന്നെ അത് ഓട്ടോമാറ്റിക്കലി തുറന്നു കൊടുക്കാഞ്ഞ്? അതാണ് എൻ്റെ ചോദ്യം. ഇരുമ്പ് വാതിൽ തുറന്ന ദൈവം എന്തുകൊണ്ട് മറിയയുടെ വീടിൻ്റെ വാതിൽ തുറന്നു കൊടുത്തില്ല? വളരെ സിമ്പിൾ ലോജിക്ക് ഞാൻ പറയാം. എനിക്ക് തുറക്കാൻ പറ്റാത്ത വാതിൽ ദൈവം എനിക്ക് വേണ്ടി തുറന്നു തരും. ഞാൻ തുറക്കേണ്ട വാതിൽ ഞാൻ തുറന്നേ മതിയാകൂ. പറഞ്ഞത് മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ പറയാം. എനിക്ക് തുറക്കാൻ പറ്റാത്ത വാതിലുകൾ കർത്താവ് എനിക്ക് വേണ്ടി തൻ്റെ ശക്തിയാൽ തുറന്നു തരും. പക്ഷെ ഞാൻ തുറക്കേണ്ട വാതിലുകൾ ഞാൻ തന്നെ തുറക്കും. എന്ന് പറഞ്ഞാൽ, കർത്താവെ ഉണർവിനെ അയക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ പോരാ, അടുത്ത കോളേജിൽ പോയി സുവിശേഷം പറയണം. അവിടെ ചിലപ്പോൾ മുട്ടിക്കൊണ്ടിരിക്കണം, 2-3 പ്രാവശ്യം മുട്ടണം, എന്നാലേ തുറക്കത്തുള്ളൂ. ബലാത്കാരികൾ സ്വർഗരാജ്യം അവകാശമാക്കുമെന്നാണ് പറഞ്ഞത്. വയലന്റ് വിൽ ടേക്ക് എന്ന് പറഞ്ഞാൽ, ഞാൻ ചില ഡോറുകൾ തള്ളി തുറക്കണം. ദൈവത്തിൻ്റെ ഹിതമില്ലാത്ത ഡോറല്ലേ അല്ല, പക്ഷെ ദൈവം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ചില ഡോറ് ഞാൻ തന്നെ തുറക്കണം. പലപ്പോഴും നമ്മളിങ്ങനെ കർത്താവ് ഇടപെടാൻ വേണ്ടി കാത്തിരിക്കുക, ചെയ്യേണ്ടത് തൊട്ട് ചെയ്യത്തുമില്ല. ഈ ദൈവത്തിൻ്റെ പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്നറിയാം, പ്രമാണം എങ്ങനെയാ? എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യം പോലും ദൈവം എനിക്ക് വേണ്ടി ചെയ്തു തരത്തില്ല. ഇപ്പം തന്നെ ഞാൻ പറയാം, ചെയ്തു തരത്തില്ല. തടി എന്ന് പറയുന്ന മരത്തെ സൃഷ്ടിക്കാൻ ഞാനും നിങ്ങളും ആളല്ല. പക്ഷെ മരത്തിൽ നിന്ന് ഫേർണിച്ചർ ഉണ്ടാക്കി ദൈവം ഒരിക്കലും തരത്തില്ല മനുഷ്യന്. ഫേർണിച്ചർ ഉണ്ടാക്കേണ്ടത് എൻ്റെ ചുമതലയാണ്. പക്ഷെ മരത്തെ സൃഷ്ടിച്ചതാരാ? കർത്താവ്. കാരണം മരത്തെ സൃഷ്ടിക്കാൻ എനിക്ക് നിങ്ങൾക്കും പറ്റത്തില്ല. വി ആർ ഓൺലി കോ ക്രിയേറ്റേഴ്സ്. വി ആർ നോട്ട് ദ സോഴ്സ് ഓഫ് ഓൾ ക്രിയേഷൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ അതൊരു വലിയ പ്രമാണമാണ് പ്രിയമുള്ളവരെ. പലപ്പോഴും നമ്മളിങ്ങനെ കർത്താവെ ഇടപെടണമേ, കർത്താവെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നീ ഇടപെടണം, പ്രാർത്ഥിക്കണം. പക്ഷെ കുഞ്ഞുങ്ങളെ വളർത്തേണ്ട കാര്യത്തിൽ ചെയ്യേണ്ടത് നാം ചെയ്യണം. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. രക്ഷയിലേക്ക് അവരെ നയിക്കുക എന്ന് പറയുന്നത് എനിക്ക് ചൂണ്ടുപലക മാത്രമേ ചെയ്യാനൊക്കത്തുള്ളൂ. കൃപയാൽ മാത്രമേ അവർ രക്ഷിക്കപ്പെടത്തുള്ളൂ. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, എനിക്ക് ചെയ്യാനൊക്കത്തില്ല. അത് ദൈവം ചെയ്യണം. പക്ഷെ ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യണം. എൻ്റെ സ്ഥലത്തും അടുത്തുള്ളവരോടും സുവിശേഷം പറയാൻ എൻ്റെ ജോലി. അത് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി നടന്ന് വണ്ടിയെ കയറി അവിടെ ചെന്ന് മുട്ടി, ഡോറുകൾ തുറന്ന് അടച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത ഡോറ് പോയി അവിടെ മുട്ടി, അടുത്ത വഴിയെ തുറന്ന് അടുത്ത ഡോറിൽ മുട്ടി കയറേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മളാൽ തുറക്കേണ്ട ചില ഡോഴ്സ് ഉണ്ട്, അത് നമ്മൾ തന്നെ മുട്ടി തുറക്കേണ്ട ആവശ്യമാണ്. ദൈവം അത് നമുക്ക് വേണ്ടി ചെയ്തു തരത്തില്ല. അത് ഏത് പ്രമാണം നിങ്ങൾ നോക്കിയോ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഞാൻ എപ്പോഴും ചിന്തിക്കും, ഈ മന്ന പൊഴിച്ചവനല്ല ദൈവം, സ്വർഗത്തിൽ നിന്ന് മന്ന പൊഴിച്ചവനാ ദൈവം. അപ്പോൾ ഈ 5000 പേരെ പോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ എന്തോ ഉണ്ടെന്ന് ചോദിക്കേണ്ട കാര്യം എന്നാ? കർത്താവ് അവിടെ നിന്ന് മന്ന എന്നൊന്ന് എന്ന് പറയുന്നതിന് മുമ്പ് മന്ന താഴെ വീഴും, ഇല്ലേ? പിന്നെ എന്തുകൊണ്ടാ? കാരണം അങ്ങനെയാണ്. ഗോഡ് വാണ്ട്സ് us to be co-laborers. നിന്റെ കയ്യിൽ 5 അപ്പം ഉണ്ടെങ്കിൽ അത് എനിക്ക് എടുത്ത് ഉപയോഗിക്കണം, എന്നാലേ എൻ്റെ കൂട്ടത്തിൽ നീ പങ്കാളിയാകുന്നുള്ളൂ. അവൻ്റെ കൂട്ടുവേലക്കാർ എന്നുള്ള പേര് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് മനസ്സിലാക്കണം, ചില വാതിലുകൾ നമ്മൾ തന്നെ തുറക്കണം കേട്ടോ. നമ്മൾ ചുമ്മാ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, ചില വാതിലുകൾ നമ്മൾ തുറക്കുക തന്നെ വേണം. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ഗോഡ്സ് പണിഷ്മെൻറ്റ്. ദൈവം ആരെയും വെറുതെ വിടത്തില്ല, ഒരു മനുഷ്യനെ വെറുതെ വിടത്തില്ല കേട്ടോ. ഇന്നൊരു പക്ഷെങ്കിൽ വലിയ ആളായിട്ടൊക്കെ വിലസുമായിരിക്കും. ദൈവത്തോട് നീ യുദ്ധം ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ പിടിച്ചിരിക്കും, സംശയമൊന്നും വേണ്ട. 18-ാമത്തെ വാക്യം, നേരം വെളുത്തപ്പോൾ പത്രോസ് എവിടെ പോയി എന്ന് പടയാളികൾക്ക് അല്പമല്ലാത്ത പരിഭ്രമം ഉണ്ടായി. ഹെരോദാവ് അവനെ അന്വേഷിച്ചിട്ട് കാണായികയാൽ കാവൽക്കാരെ വിസ്തരിച്ചു, അവരെ കൊല്ലാൻ കൽപ്പിച്ചു. ഹാമാന്റെ കാര്യം പറഞ്ഞ പോലെ. പിന്നെ അവൻ യഹൂദയെ വിട്ട് കൈസരിയിലേക്ക് പോയി അവിടെ പാർത്തു. അവിടെ സോര്യരുടെയും സീദോന്യരുടെയും നേരെ ക്രുദ്ധിച്ചിരിക്കുമ്പോൾ രാജാവിൻ്റെ ദേശത്ത് തങ്ങളുടെ ദേശത്ത് നിന്ന് ആഹാരം കിട്ടി വരികയാൽ അവർ ഏക മനസ്സോടെ അവൻ്റെ അടുക്കൽ ചെന്നു. രാജാവിൻ്റെ പള്ളി ഇറക്കാരനായ ബ്ലസ്തോസിനെ വശത്താക്കി സന്ധിക്കായി അപേക്ഷിച്ചു. നിശ്ചയിച്ച ദിവസത്തിൽ ഹെരോദാവ് രാജവസ്ത്രം ധരിച്ച് ഭദ്രാസനത്തിൽ ഇരുന്ന് അവരോട് പ്രസംഗം കഴിച്ചു.
അപ്പോൾ വലിയ പ്രസംഗമൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഇത് മനുഷ്യൻ്റെ ശബ്ദമല്ല, ഒരു ദൈവൻ്റെ ശബ്ദമത്രേ എന്ന് ജനം ആർത്തു. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കാകിയാൽ കർത്താവിൻ്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു. അവൻ കൃമിക്ക് ഇരയായി പ്രാണനെ വിട്ടു. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ. ഹെരോദാവേ, നിന്റെ കുഞ്ഞുകളി ആരോടാണെന്ന് നീ മനസ്സിലാക്കണം. കുറച്ച് നാളൊക്കെ നീ വിലസിയെങ്കിലും ആളുകളുടെ കയ്യടിയൊക്കെ വാങ്ങിച്ചെങ്കിലും നീ കർത്താവിൻ്റെ മുമ്പിൽ അവൻ്റെ കോപത്തിന് ഇരയാകാൻ പോവുകയാണ്. അപ്പോൾ പത്രോസ് രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഹെരോദാവിൻ്റെ പ്ലാൻ എല്ലാം തകർന്നു. പെസഹ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരുടെ മുമ്പിൽ പത്രോസിനെ വിസ്തരിക്കാമെന്നൊക്കെ വിചാരിച്ച് വലിയ പ്ലാനും കൊണ്ട് വന്ന മുഴുവൻ ദൈവം തകർത്ത് കൈ കൊടുത്തു. അപ്പോൾ താൻ എന്ത് ചെയ്യുമെന്നറിയോ? വലിയ രാജവസ്ത്രമൊക്കെ അങ്ങോട്ട് ധരിച്ച് ഭദ്രാസനത്തിൽ ചെന്ന് വലിയൊരു സ്പീച്ച് അങ്ങ് നടത്തി. അപ്പോൾ ഈ കോമ്പിനേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. വസ്ത്രം, ഭദ്രാസനം, സ്പീച്ച്. ഇത് ഭയങ്കര ഡെഡ്ലി കോമ്പിനേഷനാണ്. ഒരുപാട് ഈ വസ്ത്രത്തിന് ഇമ്പോർട്ടൻസ്. വസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രസംഗവും ദൈവവുമായിട്ടുള്ള ബന്ധത്തെക്കാട്ടിലും കൂടുതൽ ഞാൻ ഗെറ്റപ്പ് ഉള്ളവനായിരിക്കണം എന്ന് ചിന്തിച്ച് എനിക്ക് അറ്റൻഷൻ കൊണ്ടുവരാനാണ് എൻ്റെ ഉദ്ദേശമെങ്കിൽ ദൈവത്തിൻ്റെ ക്രോധം നിൻ്റെ മേൽ ജ്വലിക്കും. അപ്പോൾ ഹെരോദാവ് ഇതുപോലെ ഈ രാജവസ്ത്രമൊക്കെ ധരിച്ച് ഭയങ്കര തിളങ്ങി നിൽക്കുകയാണ്. എന്നിട്ട് ഭദ്രാസനത്തിൻ്റെ ഒരു വലിയ സ്പീച്ച് അങ്ങോട്ട് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു, ഇത് മനുഷ്യൻ്റെ ശബ്ദമല്ല, ഇത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ് ശിഷ്യന്മാർ ചെയ്തത്? ഇവർ ദൂതന്മാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ് സംഭവിച്ചത്? നിങ്ങൾക്കറിയാമല്ലോ, പൗലോസും ശീലാസിൻ്റെയും കാലത്ത് എന്താ സംഭവിച്ചത്? അവർ വസ്ത്രം കീറി എന്നല്ലേ നമ്മൾ കണ്ടത്? വസ്ത്രം കീറി. ഇദ്ദേഹം എന്നാ ചെയ്യുന്നറിയോ? അദ്ദേഹം ആ കോളറൊക്കെ ഒന്ന് ഇച്ചിട്ടൊന്ന് പൊക്കി, എൻ്റെ സൂട്ടൊക്കെ ആളുകളൊന്ന് കാണട്ടെ. അപ്പോൾ ഈ ഹെരോദാവിനെ കുറിച്ച് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഈ യോസിഫസ് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഈ വസ്ത്രം എന്ന് പറഞ്ഞാൽ വെള്ളി കൊണ്ടുണ്ടാക്കിയ വസ്ത്രമായിരുന്നു. അപ്പോൾ രാവിലത്തെ സൂര്യകിരണങ്ങൾ അങ്ങോട്ട് അടിക്കുമ്പോൾ ഇതങ്ങ് തിളങ്ങും. ഈ തിളങ്ങി നിൽക്കുകയും പുള്ളിയുടെ ശബ്ദഗാംഭീര്യം കൂടെ ഒക്കെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾ പറഞ്ഞു, ഓഹോ, ഇത് എന്താണ്? ഇത് മനുഷ്യൻ്റെ ശബ്ദമല്ല, ഇത് ദൈവത്തിൻ്റെ അപ്പോൾ പുള്ളിയുടെ സൂട്ടും കോട്ടും കൂടെ ഒന്നും ഇട്ടു. ദൈവത്തിൻ്റെ ദൂതൻ കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞാൽ എന്നാ? ദൈവത്തിൻ്റെ മുമ്പിൽ നീ നിഗളം കാണിച്ച നിന്നെ ദൈവം തീർക്കും. നിഗളികളോട് എതിർത്ത് നിൽക്കുന്നവനാണ് ദൈവം. അതൊരിക്കലും ദൈവത്തോട് യുദ്ധത്തിന് പോയവൻ്റെ എല്ലാവൻ്റെ അവസാനം ഇതാണ്. ഇന്നൊരു പക്ഷേ ഒരു കാലത്തേക്ക് വലിയ രാജാവായിട്ടൊക്കെ നീ നിൽക്കും. ദൈവത്തിൻ്റെ ക്രോധം നിന്റെ മേൽ. നെബൂഖദ്നേസറിന് ഇതേ കാര്യം സംഭവിച്ചു, അറിയാവോ? മഹദിയാം ബാബിലോൺ ഞാൻ ഉണ്ടാക്കിയതല്ലേ എന്നൊക്കെ പറഞ്ഞ് ബാൽക്കണിയിൽ നിന്ന് വലിയ പ്രസംഗം. ദൈവത്തിൻ്റെ ക്രോധം അവനൊരു മൃഗത്തെ പോലെ അവിടെ നടന്നെന്നാണ് പറഞ്ഞു. പക്ഷെങ്കിൽ ആ സമയത്ത് തന്നെത്താനെ വിനയപ്പെട്ടിട്ട് പറഞ്ഞു, കർത്താവേ, നിന്നെപ്പോലൊരു ദൈവം വേറെ ആരാ? നീയാണ് അത്യുന്നതൻ, ഞാൻ ആരുമല്ല. ദൈവം അവനെ തിരിച്ച് അവനൊരു വിശ്വാസിയായെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെങ്കിൽ അവനെ യഥാസ്ഥാനപ്പെടുത്തി. കാരണം വിനയം, നിഗളികളോട് എതിർത്ത് നിൽക്കുന്നവൻ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയമുള്ളവർ, നിഗളം വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ആ പാപം നമ്മൾ അറിയത്തില്ല. നിഗളം. പക്ഷെ ദൈവം ഇതുപോലെ വെറുക്കുന്ന ഒരു കാര്യം പ്രൈഡ്. ചിലപ്പോൾ ആത്മീയമായ നിഗളമാണ്. ഞങ്ങളുടെ സഭയിലല്ല വരുന്നത് എന്ന് പറഞ്ഞാൽ നീ പോരാ. നീ ആ ഒരു ലെവൽ എത്തണമെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടിയാലേ ഞങ്ങളുടെ ലെവൽ എത്തത്തുള്ളൂ. നിഗളം, ആത്മീയമായ നിഗളം. നമ്മുടെ പണത്തിൽ നിഗളിക്കുക. നിങ്ങൾ വേറൊരു ക്ലാസ്സാണ്. നമ്മുടെ അറിവിൽ, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ, നമ്മുടെ നിഗളം യഹോവ വെറുക്കുന്നു. ഇന്ന് കർത്താവിൻ്റെ മുമ്പിലേക്ക് നാം താഴ്മയായി വന്ന് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നീ തന്നതല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല. നീ അത്യുന്നതൻ, സകലത്തിൻ്റെ മീതെ വസിക്കുന്ന അത്യുന്നതൻ അങ്ങാണ് കർത്താവേ. നീ മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. കുറച്ച് ആരാധന പൗലോസിനും ശീലാസിനും കിട്ടിയപ്പോൾ അവരുടെ വസ്ത്രം എടുത്ത് ഒന്നുകൂടെ ഇടുകയല്ല, അവരുടെ ഇട്ടിരുന്ന വസ്ത്രം തന്നെ വളരെ സിമ്പിളായിരുന്നെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ വസ്ത്രം വലിച്ചങ്ങ് കീറി. വ്യത്യാസം നിങ്ങൾ കണ്ടോ? ഒരാൾ വെള്ളി വസ്ത്രം ഇട്ടുകൊണ്ട് ഗെറ്റപ്പായി നിൽക്കുന്നു, മറ്റേ ആൾ ഉള്ള വസ്ത്രം കൂടെ കീറി. അപ്പോൾ വിനയമുള്ള ഒരു ഹൃദയമാണ്. അതുകൊണ്ടാണ് നല്ല വസ്ത്രം ധരിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെങ്കിൽ ഒരു ലെവലിലപ്പുറം വസ്ത്രധാരണത്തിന് പ്രാസംഗിക ഇമ്പോർട്ടൻസ് കൊടുത്താൽ, ഒരു ലെവലിന് മീതെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇതിനകത്താണ് ഏതാണ്ട് ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഇത് ഏകദേശം ഹെരോദാവിൻ്റെ ആത്മാവാണെന്ന് മനസ്സിലാക്കണം.
ഈ നമ്മുടെ ആ വസ്ത്രാലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് ഫോക്കസ് വരരുത്. നമ്മളിലേക്ക് ഫോക്കസ് വരരുത്, ക്രിസ്തുവിങ്കിലേക്ക് ഫോക്കസ് പോകണം. ഒറ്റയടിക്ക് എങ്ങനെയാ മരണപ്പെട്ടത്? കൃമി കടിച്ച് അദ്ദേഹത്തിൻ്റെ കാര്യം, പുഴു കടിച്ച് അവൻ കൃമിക്ക് ഇരയായി. അപ്പോൾ പാഠം ഇതാണ്. ഫ്രെഡറിക് നീച്ചെ ആയാലും, സിൻക്ലെയർ ആണെങ്കിലും, ഏണസ്റ്റ് ഹെമിംഗ്വേ ആണെങ്കിലും, ഹെരോദാവ് ആണെങ്കിലും, ഫറവോനാണെങ്കിലും ദൈവത്തോട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കുക. കാരണം ഉന്നതന് മീതെ അത്യുന്നതനുണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടാകണം. പലരും എത്രയോ വലിയ കാര്യം, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്, ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളായി ഇപ്പോഴും ഈയിടെ ഒരാൾ ഞാൻ വീഡിയോയിൽ കണ്ടു, നിന്റെ മതത്തെ എന്നേക്കുമായി തീർത്ത് കളയും എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുക. ഇവര് അടിക്കടിയായി മണ്ണിൻ്റെ അടിയിലേക്ക് പോകുന്നതെന്നല്ലാതെ കർത്താവിൻ്റെ സുവിശേഷം മേൽക്കുമേൽ ശക്തി പ്രാപിച്ചാണ് പോകുന്നത്, അല്ലേ? ഇവിടെ എഴുതിയിരിക്കുന്നത് എന്നാണ്? 24-ാമത്തെ വാക്യം, 24. എന്നാൽ ദൈവം വചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. ബർന്നബാസും ശൗലും ശുശ്രൂഷ നിവൃച്ച ശേഷം മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് യെരുശലേം വിട്ട് മടങ്ങി പോകുന്നു. അപ്പോൾ പുതിയൊരു കഥാപാത്രമാണ് യോഹന്നാൻ മർക്കോസ്. നല്ല കഥാപാത്രം, നമുക്ക് പഠിക്കാം കേട്ടോ. ഇങ്ങനെയുള്ളവരും ശുശ്രൂഷയിൽ ദൈവം കൊണ്ടുവരും. നല്ല ആളുകളാണ്, ചിലപ്പോൾ ഇടയ്ക്കൊക്കെ ഇട്ടേച്ച് പോകുന്നേ ഉള്ളൂ. പക്ഷേ ഇങ്ങനത്തെ കുറച്ച് പാർട്ടികളുണ്ട്. നല്ല മനുഷ്യനാണ്, നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാം, എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് ഇങ്ങനത്തെ പുള്ളികളോട്. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവത്തിൻ്റെ വചനം മേൽക്കുമേൽ പരന്നുകൊണ്ടേ ഇരുന്നു. അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇപ്രകാരം പാടിയത്: ഉലക മഹാന്മാരഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ, നമ്മൾ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ പുള്ളികളും അതും എല്ലാം പറഞ്ഞേച്ച് അവരെല്ലാം കല്ലറയിൽ കിടന്നുറങ്ങുകയാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ സഭയോ എന്നേക്കും നിത്യതയോളം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. സോ ഗോഡ്സ് പ്ലാൻസ് കനോട്ട് ബി ത്വാട്ടഡ്. ദൈവത്തോട് യുദ്ധത്തിന് പോകുന്നത് പോലെ വേറെ ഒരു മണ്ടത്തരമില്ല. ഇനിയും തൊട്ട് പൗലോസാണ് നമ്മുടെ മെയിൻ കഥാപാത്രം. പൗലോസിൻ്റെ മിഷണറി ജേർണീസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന ദിവസങ്ങളിൽ പഠിക്കാം. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ലെസൺ ഇതാണ് ലെസൺ. ഇറ്റ്സ് എ ഡേഞ്ചറസ് ടു ഫൈറ്റ് അഗൈൻസ്റ്റ് ദ ലോർഡ്. നമ്മുടെയൊക്കെ കുടുംബത്തിൽ ചിലരൊക്കെ ദൈവത്തോട് മറുതലിച്ചൊക്കെ ജീവിക്കുന്നവരുണ്ട്, ദൈവത്തെ വെല്ലുവിളിക്കുന്നവരുണ്ട്. പ്രിയമുള്ളവരെ, നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഇറ്റ് ഈസ് ഡേഞ്ചറസ് to fight against the Lord. It is dangerous to fight against the Lord. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. കർത്താവേ, നിന്റെ ഹിതം എന്ത് എന്ന് പലപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാകത്തില്ല. എന്നാൽ ഒരു ദിവസം ഞങ്ങൾ അറിയും. എന്തുകൊണ്ട് യാക്കോബിനെ കർത്താവേ നീ ഒരു രക്തസാക്ഷിയായി ഏൽപ്പിച്ചു കൊടുത്ത അതേ സമയത്ത് പത്രോസിനെ വിടുവിപ്പാൻ തീരുമാനിച്ചു? ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ കർത്താവേ. പക്ഷെ ഞങ്ങൾക്കൊന്നറിയാം, ദോഷമായതൊന്നും ഞങ്ങളുടെ താതൻ ഞങ്ങളോട് ചെയ്യുകയില്ല. നിന്റെ വഴികൾ ഞങ്ങളുടെ വഴികളേക്കാൾ ഉയർന്ന വഴികളാണെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. ഞങ്ങൾക്ക് ആ സമയത്ത് ആവശ്യമായിട്ടുള്ള ദൈവകൃപ അവൈലബിൾ ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് കർത്താവേ. അതുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ, ചില പ്രാർത്ഥനകളൊക്കെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ ഉത്തരം ലഭിക്കാത്തപ്പോൾ, ഞങ്ങളെ തന്നെ കർത്താവിൻ്റെ കയ്യിലേക്ക് പൂർണ്ണമായി താഴ്ത്തുവാൻ, സമർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏത് പ്രതികൂലത്തിലും കിടന്നുറങ്ങാനുള്ള ദൈവകൃപ നീ പത്രോസിന് കൊടുത്തെങ്കിൽ, ഞങ്ങളുടെ പ്രയാസത്തിൽ കർത്താവെ ഉറങ്ങാനുള്ള, സമാധാനത്തോടെ നിൽപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്നോട് മറുതലിച്ച് നിന്നോട് യുദ്ധത്തിന് പോയവരുടെയൊക്കെ ചരിത്രം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവെ, ഇതുപോലൊരു മണ്ടത്തരം വേറെ ഇല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് രാജാക്കന്മാരെ വാഴിക്കുന്നത് ഇറക്കുന്നത് അങ്ങാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ. അതുകൊണ്ട് ഇന്ന് ഒരു രാജാവ് അല്ലെങ്കിൽ ഇന്ന് ഒരു ലീഡർ എന്തെങ്കിലുമൊക്കെ എഴുതി പാസ്സാക്കിയെന്ന് പറഞ്ഞ് ഞങ്ങൾ അതിനെ ഓർത്ത് ഭാരപ്പെടുന്നില്ല. കർത്താവെ, നിന്റെ സഭയെ നീ പണിയും, ദൈവത്തിൻ്റെ വചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരിക്കും എന്നുള്ളത് ഞങ്ങൾ അറിയുന്നു കർത്താവെ. നിന്റെ സഭയെ നീയാണ് പണിയാൻ പോകുന്നത്, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഒരു കാര്യം കർത്താവെ ഞങ്ങൾ പഠിച്ചു, ഞങ്ങൾക്ക് തുറക്കാൻ പറ്റാത്ത വാതിലുകൾ നീ ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തരും. അതുകൊണ്ട് ധൈര്യത്തോടെ ഞങ്ങൾക്ക് പോകാം. എന്നാൽ ഞങ്ങൾ തുറക്കേണ്ട വാതിലുകൾ ഞങ്ങൾ റെസ്പോൺസിബിളായിട്ട് തുറക്കാൻ
ഞങ്ങളെ സഹായിക്കണമേ. ചില സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പോകേണ്ടതുണ്ട് കർത്താവെ. ഞങ്ങളുടെ കാലുകൾ മടി പിടിച്ച് വീട്ടിലിരിക്കാനല്ല, ഇറങ്ങിപ്പോയി കർത്താവിൻ്റെ സുവിശേഷം പറയാൻ ഞങ്ങളുടെ കാലുകൾക്ക് ബലം നൽകണമേ. ഞങ്ങളുടെ ഞങ്ങളുടെ ശബ്ദത്തിന് ബലം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. പല കാര്യങ്ങളും കർത്താവെ എന്തെങ്കിലും ചെയ്യണമേ എന്ന് പറഞ്ഞ് പാസീവായിരിക്കുന്ന ഒരു അനുഭവം, ഒരു മനോഭാവം ഞങ്ങൾക്കുണ്ട്. ക്ഷമിക്കണമേ കർത്താവെ. നീ പോകുന്നിടത്ത് അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞ് പോകുവാനും ചില വാതിലുകൾ തള്ളി തുറക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു മുഖാന്തരം യാചിക്കുന്ന കൃപയോടെ കേൾക്കണമേ.